പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമടയാക്കിയതിനെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ദയയും കൃപയും മനസ്സലിവും ജീവിതത്തിൽ ഓരോ നാളും നമ്മെ അസാധാരണമായി മുന്നോട്ട് നടത്തുന്ന ദൈവകൃപ, ബുദ്ധിക്കതീതമായ വീര്യപ്രവർത്തികൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മളെ കാക്കുന്ന ദയ എത്രയോ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളൊക്കെ നമ്മൾ തളർന്നിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ കൂടെ വന്നിട്ട് പറയുക ധൈര്യമായിട്ടിരിക്കും എന്നൊരു വാക്ക് പറയുമ്പോൾ നമുക്കൊരു ഉറപ്പാണ്. എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോൾ ഒരാൾ പറയില്ല ഞാൻ കൂടെ ഉണ്ട്. എല്ലാവരും പറയുക നീ ചെയ്ത് തെറ്റാന്ന് പറയുമ്പോൾ ഒരാൾ പറയില്ല എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ ആ വാക്കിന് ഒരു എന്താ പറയുന്നത്, വലിയ സ്വർണമല്ല, ഏറ്റവും വില ഉയർന്ന ഒരു വസ്തുവിനേക്കാൾ ഉയർന്നതാണ് ആ ഒരു മനസ്സിലാക്കലിന്റെ വാക്ക്. അതേ പ്രിയപ്പെട്ടൊരു ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയും ആഴവും നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. സകല സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ വീണ്ടും ദൈവസന്നിധിയിൽ ദൈവവചനമായിട്ട് ഒരുമിച്ചായിരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായിട്ടും വചനത്തിന് ശക്തി വെളിപ്പെടും, അത്ഭുതങ്ങൾ നിങ്ങൾ നടക്കും, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ ഇന്ന് സംഭവിച്ചിരിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന്. മുന്നറിഞ്ഞവൻ. ഇപ്പൊ മുന്നറിയുക എന്ന് പറഞ്ഞാൽ നാം അറിയുന്നതിനെല്ലാം മുമ്പേ നമ്മെ അറിഞ്ഞവൻ. മുന്നറിഞ്ഞപ്പോ ആ മുന്നറിവിന്റെ പുറകിൽ കർത്താവിനൊരു പദ്ധതി ഉണ്ട്. ആ കർത്താവിന്റെ പദ്ധതി ഇതാണ്: തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. യേശുവിനെ കുറിച്ച് നമ്മൾ ആദ്യം കാണുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. യോഹന്നാന്റെ സുവിശേഷം 3:16 കാണുന്നത് തന്റെ ഏകജാതനായ പുത്രൻ. എന്നാൽ ഏകജാതനായ പുത്രനെ കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നത് പിതാവായ ദൈവം മുന്നറിഞ്ഞത് ആരെയാണ്? നിങ്ങളെയും എന്നെയും മുന്നറിഞ്ഞു. എന്തിനു വേണ്ടിയാണ് മുന്നറിഞ്ഞത്? ഏകജാതനായ പുത്രനെ ആദ്യജാതനാക്കുവാനും ആ ആദ്യജാതനോട് നിങ്ങളും ഞാനും അനുരൂപമാകുവാനായിട്ടും മുന്നറിഞ്ഞു. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും ഒക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ പിശാച് നിങ്ങളുടെ അകത്ത് കുറ്റബോധം കൊണ്ടുവന്നിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തി നിങ്ങളെ തളർത്തിക്കളയുമ്പോൾ ഒരു വിധത്തിലും പ്രത്യാശയ്ക്ക് വകയില്ലാത്തവരെ പോലെ നിങ്ങളെ നടത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വചനത്തിന്റെ ബോധ്യം വെളിപ്പെടണം. നിങ്ങളെ മുന്നറിഞ്ഞത് അബദ്ധം കൊണ്ട് മുന്നറിഞ്ഞതല്ല. ഹല്ലേലൂയ. നിങ്ങളെ ഇപ്പോൾ തെരഞ്ഞെടുത്തത്, നിങ്ങളെ ഇപ്പോൾ മക്കളാക്കിയത്, നിങ്ങളെയും എന്നെയും മക്കളാക്കി മാറ്റിയത്, നിങ്ങളുടെ എന്റെയും പാപം ക്ഷമിച്ചത്, നിങ്ങളെയും എന്നെയും പുത്രന്മാരെന്ന പദവിയിലേക്ക് കൊണ്ടുവന്നത് അബദ്ധത്താൽ സംഭവിച്ചതല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള മുൻനിർണയത്തിന്റെ പദ്ധതിയായി. നമ്മളത് എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ വായിക്കാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. അപ്പൊ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അവനിൽ യേശുക്രിസ്തുവിലൂടെ കൊടുക്കപ്പെടുന്ന വിലയിൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്തിൽ അവൻ യാഗമായി തീർന്നു. അവന്റെ യാഗത്തിനകത്ത് നിങ്ങളെയും എന്നെയും ഉൾപ്പെടുത്തി. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. അങ്ങനെ അവൻ യാഗമായി തീർന്നത് നിങ്ങളുടെ എന്റെയും ജീവിതത്തിന്റെ അഡ്രസ്സ് മാറ്റുന്ന കാര്യമായിട്ട് മാറി. എങ്ങനെ അഡ്രസ്സ് മാറ്റിയത്? ഈ ലോകത്ത് പാപികളെന്നും കൊള്ളത്തില്ലാത്തവരെന്നും പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നമ്മളെ മാറ്റി. യെസ്, വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നിങ്ങളെ എന്നെ മാറ്റി. ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. നമുക്ക് അതിനോട് തുലനം ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അസാധാരണമായ പദ്ധതി. യെസ്, ഹല്ലേലൂയ. ആമേൻ. അത് കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. ഒന്നും നിങ്ങളുടെ ചിന്തക്കകത്ത് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വണ്ണം ഒന്നിനും നിങ്ങൾ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. കാരണം നിങ്ങളെ മുൻനിർണയിച്ചത് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും അത് അതത് സമയം കണ്ടെത്തി അതിന് തക്ക ശിക്ഷ തന്ന് നിങ്ങളെ ആ ശിക്ഷയ്ക്ക് തക്കവണ്ണം നിങ്ങളെ അടിച്ച് പരിപാലിച്ച് നടത്തി അങ്ങനെ കൊണ്ടുവരാനല്ല. നിങ്ങളെ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തത് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ തെരഞ്ഞെടുത്തു. അതെ, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നിങ്ങളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൽ നിങ്ങളെയും എന്നെയും തെരഞ്ഞെടുത്തിട്ട് ക്രിസ്തുവിൽ നിങ്ങളെയും എന്നെയും തെരഞ്ഞെടുത്തവനായ കർത്താവ്, ഹല്ലേലൂയ, ആമേൻ. തുടർന്ന് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്: ഹല്ലേലൂയ, ഹല്ലേലൂയ, അവനിൽ, അതായത് ക്രിസ്തുവിൽ, ആമേൻ, നമ്മൾ ആരാകേണ്ടതിനെന്നറിയാമോ? സഹോദരങ്ങളാകാനായിട്ട്, ദൈവത്തിന്റെ മക്കളാകാനായിട്ട്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ദൈവത്തിന്റെ അവകാശികളുമായി തീരാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ മോശയുടെ മേലുണ്ടായിരുന്ന ആത്മാവിനെ യോശുവയുടെ മേൽ വെച്ചു. അങ്ങനെയാ പറയുന്നത്. അവന്റെ ആത്മാവിനെ എടുത്ത് ആ 12 മേൽ, അവിടെ കൂടിയിരുന്ന അവരുടെ മേലെല്ലാം അയച്ചു. അവിടെ യോശുവയുടെ മേൽ ആത്മാവ് വന്നു. യോശുവയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. മോശയിൽ വസിച്ച അതേ ആത്മാവ് യോശുവയിൽ വസിച്ചപ്പോ നാം കാണുന്ന ഒരു കാര്യം ഇതാണ്: ഹല്ലേലൂയ, മോശ എങ്ങനെ നേതൃത്വ പാടവത്തോടെ ഒരു നേതാവ് എന്ന നിലയിൽ ജനത്തെ നയിച്ചോ അതേപോലെ തന്നെ നേതൃത്വ പാടവമുള്ളവനായിട്ട് യോശുവ മാറി. മോശയിൽ വസിച്ച അതേ ആത്മാവ് യോശുവയിൽ വസിച്ചപ്പോ, എന്നാൽ മോശ ചെയ്തതിനേക്കാൾ വലിയ കാര്യമാണ് യോശുവ ചെയ്തത്. കാരണം മോശ വാഗ്ദത്ത ദേശത്തിന്റെ അതിരോളം അവരെ കൊണ്ടുവന്നെത്തിച്ചു. മോശ മരിച്ചു. എന്നാൽ യോശുവയാണ് ജനത്തിന് ആ സ്ഥലത്തെ വിഭാഗിച്ചു കൊടുത്തത്. നാം കാണുന്നു, മോശയും ഇസ്രായേൽ ജനം ഉൾപ്പെടെ അവര് വാഗ്ദത്ത ഭൂമിയിലേക്ക് നടന്നു വരുന്ന വഴിക്ക് അവര് പല സ്ഥലത്തും പല രാജാക്കന്മാരെയും തോൽപ്പിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇവർക്ക് ആ ദേശത്തെ ദൈവം അവകാശമാക്കി കൊടുത്തില്ല. എന്നാൽ യോശുവയുടെ കാലത്ത് ഏതൊക്കെ രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയോ ആ രാജ്യങ്ങൾ മുഴുവൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം അവർക്ക് അവകാശമാക്കി കൊടുത്തു യോശുവയുടെ കാലത്ത്. നാം അതുപോലെ തന്നെ കാണുന്നത് ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ഏലീശയുടെ മേൽ വന്നു. നമുക്കറിയാം, ദൈവാത്മാവ് ഏലിയാവിനെ എടുത്തുകൊള്ളാനായിട്ട് പദ്ധതിയിട്ടപ്പോ ഏലീശ പുറകെ വരിക: നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം, ഇല്ലാതെ ഞാൻ വിടത്തില്ല. ഏലിയാവ് പല സ്ഥലത്തും ഏലീശയെ തടഞ്ഞു. പക്ഷെ ഏലീശ നിൽക്കാൻ റെഡിയല്ല, പുറകെ പോവുക. എനിക്ക് ആ മഹത്വം പ്രാപിച്ചേ പറ്റൂ, എനിക്ക് ആത്മാവിനെ കിട്ടിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏലിയാവിന്റെ മേലിരുന്ന് ഇരട്ടിപ്പങ്ക് ഏലീശയുടെ മേൽ വന്നു. അവിടെ കാണുന്നത് ഏലിയാവിന്റെ മേലുള്ള അതേ ആത്മാവ് ഏലീശയുടെ മേൽ വന്നപ്പോ ഏലിയാവിനെ പോലെ തന്നെ ശക്തനായ ഒരു പ്രവാചകനായിട്ട് ഏലീശ മാറി. ഹല്ലേലൂയ. അതെ, ഇവിടൊക്കെ ആത്മാവ് മോശയുടെ മേൽ വസിച്ച അതേ ആത്മാവ് യോശുവയുടെ മേൽ വസിച്ചപ്പോ ആമേൻ അതിനേക്കാൾ ശക്തനായ ഒരു നേതൃത്വ പാഠമുള്ളവനായിട്ട് യോശുവയെ മാറ്റി. ഏലിയാവിന്റെ മേൽ വസിച്ച അതേ ആത്മാവ് ഏലീശയുടെ മേൽ വന്നപ്പോ ഏലിയാവിൽ നിന്ന് പ്രവർത്തിച്ച അത് അസാധാരണമായ നിലയിലുള്ള പ്രവാചക ശുശ്രൂഷ ഏലീശയോട് ചെയ്തെടുക്കാനിടയിൽ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ എന്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ? റോമാലേഖനം 8-ാമത്തെയും 15-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്:
പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. അപ്പോ ഹല്ലേലൂയ, നമുക്ക് തന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താ? റോമാലേഖനം 8:11 ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോ യേശുവിൽ വസിച്ച അതേ ആത്മാവാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. മോശയിൽ വസിച്ച അതേ ആത്മാവ് യോശുവയുടെ മേൽ വസിച്ചപ്പോൾ മോശയെ പോലെ തന്നെ നേതൃത്വപാഠമുള്ളവനായിട്ട് യോശുവ മാറിയെങ്കിൽ, ഏലിയാവിന്റെ മേൽ വസിച്ച അതേ ആത്മാവ് ഏലിശയുടെ മേൽ വന്നപ്പോൾ ഏലിയാവിനെ പോലെ തന്നെ ശക്തനായ ഒരു പ്രവാചകനായിട്ട് ഏലിശ മാറിയെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, യേശുവിൽ വസിച്ച അതേ പുത്രത്വത്തിന്റെ ആത്മാവ്, അതേ ദൈവത്തിന്റെ ആത്മാവ്, അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുമ്പോൾ, അതേ നിങ്ങളിലും എന്നിലും വാഴുന്നത് അതേ പുത്രത്വമാ, അതേ പുത്രന്മാരായിട്ട്, അതേ ദൈവത്തിന്റെ മക്കളായിട്ട് നിങ്ങളും ഞാനും മാറിയിരിക്കും. Praise God. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്. Hallelujah. ആമേൻ. നിങ്ങളിലും എന്നിലും വസിക്കുന്നതും ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ്. വചനം റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ ക്രിസ്തുവിനുള്ളവരല്ല. അത് അവിടെ ഹല്ലേലൂയ, അവന്റെ ആത്മാവ് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത്, ഹല്ലേലൂയ, അവന്റെ ആത്മാവിന് നമ്മുടെ അകത്ത് പകർന്നിട്ട് ഹല്ലേലൂയ, നമ്മളെ അവന്റെ അതേ ആത്മാവിൽ, അവന്റെ അതേ നിലയിൽ നമ്മെ നിർത്തിയിരിക്കുക, മക്കൾ എന്ന പദവിയോടെ. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നത് ചെയ്യും, എന്നാൽ ഞാൻ പിതാവിനടുക്കൽ പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങളെ ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് യേശുവിൽ വസിച്ചതുപോലെ തന്നെ നിങ്ങളിലും എന്നിലും വസിക്കുക. അന്ന് യേശുവിൽ വസിച്ച ആത്മാവ് നിമിത്തം അവൻ അബ്ബാ പിതാവേ എന്ന്, ഹല്ലേലൂയ, ആമേൻ, സ്വർഗീയ ദൈവത്തെ അഭിസംബോധന ചെയ്തെങ്കിൽ നിങ്ങൾക്കും എനിക്കും അതേ പുത്രത്വത്തിന്റെ ആത്മാവാണ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അതേ, ഹല്ലേലൂയ, അനുസരിക്കുകയും അവകാശം പ്രാപിക്കുകയും ചെയ്യുന്ന നിലയിൽ ഈ ആത്മാവ്, ആ നിലവാരത്തിൽ ആത്മാവാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ സ്വർഗത്തിലേക്ക് നോക്കി ധൈര്യത്തോടെ നമുക്ക് വിളിക്കാൻ സാധിക്കും, അബ്ബാ പിതാവേ എന്ന്. യെസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പദവി നിങ്ങളിലേക്കും എന്നിലേക്കും പകരപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പതറരുത്, തളരരുത്, നിരാശപ്പെടരുത്. ധൈര്യപൂർവ്വം, ഉറപ്പോടെ, സന്തോഷത്തോടെ, ഹല്ലേലൂയ, ആ പുത്രത്വത്തിന് തിരിച്ചറിവോടെ നിൽക്കാമോ? ആമേൻ. നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാ. ആമേൻ. പ്രിയപ്പെട്ടവർ, യേശു വളരെ ധൈര്യത്തോടെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, നിങ്ങൾ എല്ലാവരും എന്നെ കൈവിട്ടയച്ചു പോയാലും എനിക്കറിയാം, ആമേൻ, ഞാൻ ഏകനല്ല, കാരണം എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്, പിതാവ് എന്നെ കൈവിടത്തില്ല. പ്രിയപ്പെട്ടവർ, അത് ആമേൻ പുത്രനുണ്ടായിരുന്ന കോൺഫിഡൻസാ. പ്രിയപ്പെട്ടവർ, ആ ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവാ നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, മോശയിൽ വസിച്ച അതേ ആത്മാവ് യോശുവയുടെ മേൽ വന്ന് വസിച്ചപ്പോൾ മോശയ്ക്കുണ്ടായിരുന്ന അതേ നേതൃപാടവത്തോടുകൂടെ യോശുവ നിന്നെങ്കിൽ, ഏലിയാവിന്റെ മേൽ വസിച്ച അതേ ആത്മാവ് ഏലിശയുടെ മേൽ വസിച്ചപ്പോ അതേ പ്രവചന അഭിഷേകത്തോടെ, ഹല്ലേലൂയ, ആമേൻ, ഏലിശ നിന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്കും എന്നിലും പകർന്നിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. ആമേൻ, ഹല്ലേലൂയ. ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോ ഒരു പരാക്രമശാലിയായിട്ട് ശിംശോനെ മാറ്റിയെങ്കിൽ, ആമേൻ, ശൗലിന്റെ മേൽ ആത്മാവ് വന്നപ്പോ ആമേൻ ശൗലിനെ രാജാവാക്കി ദൈവാത്മാവ് മാറ്റിയെങ്കിൽ, ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ രാജാവായിട്ട് ദാവീദിനെ മാറ്റിയെങ്കിൽ, മോശയുടെ മേൽ ആത്മാവ് വന്നപ്പോ അവനെ ഒരു ഹല്ലേലൂയ നേതാവാക്കി പരിശുദ്ധാത്മാവ് മാറ്റിയെങ്കിൽ, നിങ്ങളിലും എന്നിലും ആത്മാവ് വന്നിട്ട് രാജാവായിട്ടോ ആമേൻ അല്ലെങ്കിൽ നേതാവായിട്ടോ അല്ല മാറ്റിയിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കളാക്കി മാറ്റിയിരിക്കുക. ദൈവ മക്കളാണ് നിങ്ങൾ ഞാനും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവി, ഏറ്റവും വലിയ ധൈര്യമത, നിങ്ങൾ ഞാനും കർത്താവിന്റെ മക്കളാണ്, ദൈവ മക്കളാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് എല്ലായിടത്തും ആ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തെ വാഴട്ടെ. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ഈ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് ഈ മോശയുടെ കാലഘട്ടവും യോശുവയുടെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കിയാൽ, മോശയുടെ കാലം വരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ കാലം വരെ ആമേൻ, അവര് വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നത് വരെ അവരുടെ ജീവിതയാത്രയെ നാം ശ്രദ്ധിച്ചാൽ അവരിൽ തന്നെ വഴക്കുണ്ടാക്കുന്നവരാണ്. നമുക്കറിയാം, മോശ തന്റെ
രാജകീയ ജീവിത കാലഘട്ടത്തിൽ അവന്റെ അടുക്കൽ അകത്തൊരു ചിന്ത വന്നു. അവന്റെ സഹോദരന്മാരെ കാണാൻ പോകും. അവൻ സഹോദരന്മാരെ കാണാനായിട്ട് ചെന്നപ്പോ ഒരു ഊഴിയ വേലക്കാരൻ സഹോദരനെ അകാരണമായി മർദ്ദിക്കുന്നത് കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്നാല് അത് ആരും കാണാതെ വണ്ണം മറയ്ക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം വീണ്ടും മോശെ ഇറങ്ങിച്ചെന്നപ്പോ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുക. അപ്പൊ ഇവർ ഈ അടിമത്തത്തിൽ വസിക്കുമ്പോൾ ഇവർ തമ്മിലെ കലഹം ഇവർക്ക് സ്ഥിരമാണ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ കലഹത്തിൽ ഇവർ കടന്നു പോകുന്ന സമയത്ത് മോശ അവിടുന്ന് അവരുടെ കലഹ നിമിത്തം ഉണ്ടായ ഒരു ചോദ്യം, അതിനകത്ത് മോശ ഇടപെടുകയും അതിന് അനന്തരഫലമായി മോശ അവിടുന്ന് ഓടിപ്പോകണ്ടു. എന്നാൽ ഹോരേബിൽ വെച്ച് വെളിപ്പെട്ടവനായ ദൈവം മോശയെ വീണ്ടും മടക്കി വെച്ചു. അങ്ങനെ മോശ മടങ്ങി വന്നിട്ട് മോശയുടെ ജീവിതത്തിനകത്ത് മോശ ഒരിക്കലും ഇനി തിരിച്ചുപോക്കില്ല എന്ന് ചിന്തിച്ച സ്ഥലത്തേക്ക് ദൈവം തിരിച്ചയച്ചു. അപ്പൊ അവിടുന്ന് ദൈവജനത്തെ വിടുവിച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാ മധ്യേ അവരുടെ ജീവിതത്തെ നമ്മളത് കണ്ടാൽ, അടിമ ഭവനത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലുള്ള യാത്രയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൂടെ അവരുടെ ഉള്ളിൽ വഴക്കുണ്ടാക്കുന്നവർ, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നവർ, അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, കുറ്റം പറയുന്നു, അതിന് ദൈവിക ശിക്ഷ വരുന്നു. പലപ്പോഴും കൂട്ട മരണങ്ങൾ അവരുടെ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ ഇടയിൽ നടക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ന്യായവിധിക്ക് പുറകെ ന്യായവിധി അനുഭവിച്ചു വന്ന ജനം അവർ വാഗ്ദത്ത ഭൂമി വരെ എത്തിയപ്പോ അവരുടെ അകത്തുള്ള ഭിന്നത വർദ്ധിച്ചു വന്ന നിലയിലാണ്. എന്നാൽ ദൈവം അവര് കൽപ്പാറയുടെ മുമ്പിൽ വെച്ച് പല വെച്ചും ദൈവത്തെ പരീക്ഷിക്കുന്ന നിമിത്തം കർത്താവ് പറഞ്ഞു, ഇവരിൽ ഒരുത്തം പോലും വാഗ്ദത്ത ഭൂമിയിൽ പോകത്തില്ല. വാഗ്ദത്ത ദേശം ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും വന്ന് പറഞ്ഞു, ദേശം മനോഹരമാണ്, പക്ഷെ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഇത് സാധ്യമാണ്. ഇവിടെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, കർത്താവ് പറഞ്ഞില്ല, ഈ വാഗ്ദത്ത ഭൂമിയിൽ, ഞാൻ പറഞ്ഞ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇവർ പ്രവേശിക്കത്തില്ല. അത് അവരോട് പറഞ്ഞു. പിന്നത്തെ നമ്മൾ കാണുന്നത്, ആ തലമുറ മരിക്കുവോളം അവർ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്നു. അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വലിയ പ്രശ്നമാണ് തമ്മിലുള്ള ഫൈറ്റ്, അവരുടെ ഉള്ളിൽ അന്യോന്യമുള്ള ഫൈറ്റ്. മോശയുടെ കാലം, മോശ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ കാണരുത്, യോശുവ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ കാണരുത്. ക്രിസ്തുവിലായതിനു മുമ്പും ക്രിസ്തുവിലായതിനു ശേഷമുള്ള ജീവിതമായിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. അവിടെ കാണാൻ കഴിയുന്നത് അവരുടെ അകത്തുള്ള യുദ്ധം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള യുദ്ധം അവസാനിപ്പിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, അവിശ്വാസമുള്ള ഹൃദയമുള്ളവൻ ഒന്നും പ്രാപിക്കത്തില്ല ദൈവത്തിൽ നിന്ന്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. ഇപ്പൊ നമ്മുടെ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അകത്ത് ഇരുമനസ്, അതായത് നമ്മുടെ അകത്തെ ഫൈറ്റിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഹല്ലേലൂയ, അകത്തുള്ള ഫൈറ്റിനെ സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് മോശയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ മോശയെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഇതാണ്. സ്തെഫാനോസ് പ്രസംഗിച്ചപ്പോ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്. മോശ അവൻ അവിടെ എല്ലാ കാര്യത്തിലും, അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അപ്പം മോശ ജ്ഞാനവും സാമർഥ്യവുമുള്ളവനായിരുന്നു. മോശയെ കുറിച്ച് കാണുമ്പോൾ അവൻ സാമർഥ്യമുള്ളവനായിരുന്നു. അവൻ എല്ലാ വിധത്തിലും സാമർഥ്യത്തിൽ തികഞ്ഞവനായിരുന്നു. കാരണം അവൻ രാജകൊട്ടാരത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ആ രാജകൊട്ടാരത്തിന്റെ സകല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വളർന്നവനാണ് മോശ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള പഠന സംവിധാനം ലഭിച്ചു. ഭക്ഷണം എല്ലാം, ജീവിത നിലവാരമെല്ലാം ആ ടോപ്പ് ലെവലിലാണ്. അങ്ങനെ ആയിരുന്ന മോശ സാമർഥ്യമുള്ളവനായ മോശ, മിസ്രൈമിന്റെ ജ്ഞാനം നിറഞ്ഞവനായ മോശ. എന്നാൽ യോശുവയുടെ ചെറുപ്പകാലം മുതൽ അതല്ല, മോശയുടെ ചെറുപ്പകാലത്ത് ജ്ഞാനത്തിൽ വളർന്നു വന്നവൻ. എന്നാൽ യോശുവയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്, അതിന്റെ 6, 7, 8 വാക്യങ്ങളെ ഞാൻ വായിക്കാം. എന്റെ ദാസനായ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമാക്കി വിഭാഗിക്കും.
എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഇവിടെ മോശയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. മോശ മിസ്രൈമ ജ്ഞാനത്തിന്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവൻ. എന്നാൽ മോശ യോശുവ ദൈവവചനത്തിന്റെ ധ്യാനം കൊണ്ട് ടോപ്പിൽ നിൽക്കുന്നവൻ. മോശ ആ ദേശത്തിന്റെ പ്രമാണത്തിൽ സാമർഥ്യമുള്ളവനായിരുന്നപ്പോ യോശുവയുടെ ജീവിതത്തിൽ അങ്ങനല്ല. ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ. അവനെ കുറിച്ച് പറയുന്നത് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് സാമർഥ്യം, നമ്മുടെ അറിവ് നമ്മളെ നയിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അറിവ് നമ്മളെ നയിക്കുമ്പോൾ നാം വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തി വരെ പ്രവേശിക്കത്തില്ല. എന്നാൽ യോശുവ ദൈവിക പ്രമാണത്തെ രാവും പകലും ധ്യാനിച്ച് യോശുവ ദൈവവചനത്തെ ധ്യാനിച്ച് 2 കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന്, നീ ചെല്ലുന്നിടത്തൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന്, നീ കൃതാർത്ഥനായിരിക്കേണ്ടതിന്, നീ ചെയ്യുന്നതൊക്കെയും സാധ്യമാക്കേണ്ടതിന്, നീ ഈ പറയുന്ന പോലെ എല്ലാം നീ നടക്കേണ്ടതിന് ഈ വചനത്തെ രാവും പകലും ധ്യാനിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ജയം പ്രാപിക്കണോ? ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. അവന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിലേക്ക് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവവചനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യോശുവ വചനത്തെ ധ്യാനിക്കുന്നത്, കർത്താവിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുമ്പോൾ അവൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും എന്ന വചനം പറയുന്നത്. നീ ചെല്ലുന്നിടത്തൊക്കെ നീ ജയാളിയാകും, നീ കൃതാർത്ഥനായിരിക്കും, നീ അനുഗ്രഹമായിരിക്കും. അതിനൊറ്റ കാര്യമുള്ളൂ, ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കാം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന് വേണ്ടുന്ന പ്രസക്തി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സാമർഥ്യത്തിൽ നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾ ചെയ്തത്, അവിടെ എല്ലാം നിങ്ങൾ തോറ്റുപോയി നിരാശപ്പെട്ട് മടുത്തു വന്നിരിക്കുകയാണോ? ജയിക്കാൻ ഒരു മാർഗമുണ്ട്. ദൈവവചനത്തെ ധ്യാനിക്കുക. വചനത്തെ ധ്യാനിച്ച് വചനത്തിന്റെ ബലത്തിലൊന്ന് കാര്യങ്ങൾ സ്റ്റെപ്പിൻ ചെയ്ത് നോക്കിയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കാവോ? ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണമല്ലാതെ ഞാൻ ഒന്നിന്റെ പുറകെ പോകത്തില്ല. ഞാൻ വേറെ എന്തെല്ലാം കേട്ടാലും അതെന്റെ മനസ്സിൽ കയറ്റി ഞാൻ എന്നെ നിരാശയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. ചുറ്റുപാടുള്ള ആളുകൾ കേൾക്കുന്നു, ചിലപ്പോൾ ആളുകളുടെ ഫോൺ കോള്, ഇമെയിലുകൾ, വാട്സാപ്പ് മെസ്സേജുകൾ എല്ലാം നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ അകത്ത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഫെയ്ത്തിനെ, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പോലെ അവർക്കെല്ലാം അങ്ങനെ സംഭവിച്ചാൽ ഇനി എന്റെ ഗതി എന്താ? ഇവിടെ എല്ലാം ഇങ്ങനെ പ്രശ്നമെങ്കിൽ എന്റെയും ഗതി അത് തന്നെ ആയിരിക്കും എന്നെല്ലാം നിങ്ങളുടെ അകത്ത് ചുറ്റുപാടുകൾ കേൾക്കുന്നത് നിങ്ങളുടെ അകത്ത് സമ്മർദ്ദം ചെലുത്തി നിങ്ങളെ നിരാശപ്പെടുത്തി കളയുന്നെങ്കിൽ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട അസാധാരണമായ ഒരു ബോധ്യമുണ്ട്. എന്ത് ബോധ്യാന്നറിയാമോ? ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ് എന്നെ കുറിച്ചുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, യേശു ദേവാലയത്തിൽ ചെന്ന് തിരുവെഴുത്ത് വായിക്കാൻ കൊടുത്തപ്പോ വായിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ഇത് കേട്ടപ്പോ ഇത് നിവർത്തി വന്നിരിക്കുന്നത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം, നമ്മെക്കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി കർത്താവ് തന്ന വാഗ്ദത്തമാണ്, അത് സംഭവിച്ചിരിക്കും. മോശ മിസ്രൈമിന്റെ ജ്ഞാനം പഠിച്ചവനാ. എന്നാൽ യോശുവ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ചെറുപ്പം മുതൽ ധ്യാനിച്ചു വന്നവനാണ്. അതുകൊണ്ട് തന്നെ മോശയുടെ കാലത്ത് ദൈവം ജനത്തോട് യുദ്ധം ചെയ്യുന്നവനായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. പലപ്പോഴും അവർക്ക് വിരോധമായി യുദ്ധം ചെയ്ത് അവര് പട്ടുപോയത് കാണാൻ സാധിക്കും. എന്നാൽ യോശുവയുടെ കാലത്ത് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. വചനം ഇങ്ങനെയാ പറയുന്നത്, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ധൈര്യത്തോടെ ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരട്ടെ. ദൈവം എനിക്ക് അനുകൂലം, ആർക്കും ഒന്നിനും എനിക്കെതിരെ നിൽക്കാൻ സാധ്യമല്ല എന്നുള്ള കോൺഫിഡൻസ് മുന്നോട്ട് പോകെ. ഈ ദിവസങ്ങൾ
നിങ്ങൾ ജയാളികൾ മാറും. വചനത്തിന് പ്രാധാന്യം കൊടുത്ത് ഹല്ലേലൂയ വചനം വായിച്ച് ധ്യാനിച്ച് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി, ദൈവ സാന്നിധ്യം, ദൈവശക്തിയും വെളിപ്പെടട്ടെ. അവരുടെ അവസ്ഥകൾ മാറട്ടെ. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ അവർ കർത്താവിനെ ഉയർത്തുന്ന അടയാളമായിട്ട് അവർ നിൽക്കട്ടെ കർത്താവെ. അപ്പൊ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിനകത്ത് അകത്തുള്ള കോൺഫ്ലിക്റ്റുകൾ, അകത്തുള്ള സമ്മർദ്ദങ്ങൾ മാറിപ്പോയിട്ട് അതേ കർത്താവ് അകത്ത് ദൈവിക സ്വസ്ഥത അവരെ വാഴട്ടെ. അവരുടെ അകത്തുള്ള നിരാശകൾ മാറിപ്പോട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ദൈവിക സ്വസ്ഥത, ജ്ഞാനം കൊണ്ട് അവർ കാര്യങ്ങളെ ചെയ്യാതെ ആത്മാവിൽ കാര്യങ്ങളെ ചെയ്യാൻ, അറിവ് കൊണ്ട് കാര്യം ചെയ്യാതെ ആത്മാവിൽ കാര്യങ്ങളെ ചെയ്യാൻ, ഹല്ലേലൂയ ബുദ്ധി കൊണ്ട് കാര്യം ചെയ്യാതെ ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേക കൃപ അവരുടെ മേലേക്ക് പകരപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിന്റെ സാന്നിധ്യം അവരിൽ വെളിപ്പെടട്ടെ. അവരെ ഒരു അനുഗ്രഹമാക്കി, അവരൊരു നന്മയാക്കി, അവരെ ഉയർച്ചയാക്കി നിർത്തുന്നതിനായി സ്തോത്രം കർത്താവ്. അവർക്ക് വിരോധമായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സാക്ഷിയായിട്ട് അവരെ നിർത്തുന്നതിനായി സ്തോത്രം. കൃപയുടെ മറവിൽ അവരെ മറയ്ക്കണമേ കർത്താവ്. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും രോഗികളായിട്ട് തന്നെ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അടിപ്പിണറുകളാലുള്ള സൗഖ്യം അവരിൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ്, ഈ നിമിഷം തന്നെ അത്ഭുതകരമായ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. കർത്താവേ, അങ്ങ് വരെ വിടുവിച്ചതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ജീവിതത്തിൽ സകല മേഖലകളിലും അവരുടെ അടയാളമായി, ഉയർച്ചയായി, സാക്ഷികളായി നിൽക്കാൻ കർത്താവ് ഇടയാക്കുന്നവരുടെ നന്ദി പറയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സാമ്പത്തികമായ വലിയ വെല്ലുവിളികളുടെ കൂടെ പോകുന്നവർ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങ് അവർക്ക് ആമേൻ ഹല്ലേലൂയ ആ വിഷയത്തിനകത്ത് പരിഹാരമുണ്ടാകത്തക്കവണ്ണം ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ അവർക്ക് വേണ്ടി ചെയ്തെടുത്താട്ടെ. ചില വാതിലുകൾ തുറക്കട്ടെ. കർത്താവിന്റെ കരം അവർക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയും. മഹത്വം എല്ലാം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു. പക്ഷെ യോശുവ അങ്ങനല്ല. യോശുവ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിച്ചവൻ. അവന്റെ അവസ്ഥ മാറി. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ, കർത്താവിന്റെ പ്രമാണത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടത്തിൽ ജയമായി മാറും. നിങ്ങൾ തൊടുന്നതെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർത്തിരിക്കും. ഒരു സംശയം വേണം. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ യാത്രയിൽ ഒരിടത്തും പതറിപ്പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുക. വചനം പറയുന്ന പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, ദൈവന് വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. അതെ, ആ ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ യാത്ര മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അസാധാരണമായ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.